ഇതിനു മുമ്പ് പാലുഡേറിയത്തിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായി പാലുഡേറിയത്തിലെ ടെറസ്ട്രിയൽ ഗ്രീനറിക്ക് പ്രാധാന്യം കൊടുക്കുന്നതോട് കൂടെ തന്നെ അണ്ടർ വാട്ടർ ഗ്രീനറിക്കും അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പാലുഡേറിയം. ഇത് എറണാകുളത്തെയല്ല, കേരളത്തിലെയല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പാലുഡേറിയമാണ്. പതിനാറടി നീളമുള്ള ഒരു അക്വേറിയം ഇന്ത്യയിലെ ഏറ്റവും വലിയ അക്വേറിയം ഒന്നുമല്ല. പക്ഷേ ആസ് എ പാലുഡേറിയം 16 അടി നീളം, അതായത് ഏകദേശം 5 മീറ്ററോളം നീളവും 1.25 മീറ്ററോളം വീതിയുമുള്ള ഈ പാലുഡേറിയം ഇന്ത്യയിൽ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പാലുഡേറിയം തന്നെയാണ്. ഏകദേശം 3500 ലിറ്ററോളം വെള്ളം ഉൾക്കൊള്ളാൻ കപ്പാസിറ്റിയുള്ള ഈ ടാങ്കിൻ്റെ ഹാർഡ്സ്കേപ്പിന് വേണ്ടി ഉപയോഗിച്ചത് ഏകദേശം 2000 കിലോയോളം സെയ്റിയോ സ്റ്റോൺ ആണ്. നമ്മൾ ഈ പാലുഡേറിയം നിർമ്മിതിയുടെ ബിഗിനിങ്ങിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഇത്രയും ഭാരം വഹിക്കുന്ന ഈ ചില്ലുജാലകം താങ്ങി നിർത്താൻ അത്രയും ശക്തമായ ഒരു ബേസ് അഥവാ സ്റ്റാൻഡ് ആവശ്യമാണ്. ചെറുതേക്കിൽ പണിതെടുത്ത അത്രയും സ്ട്രോങ് ആയ ഒരു സ്റ്റാൻഡിൻ്റെ മുകളിലാണ് നമ്മുടെ ഈ ഭാരമേറിയ പാലുഡേറിയം പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഒരാഴ്ചത്തെ ശ്രമകരമായ വർക്കിന് ശേഷമാണ് ഈ പാലുഡേറിയത്തിൻ്റെ ഹാർഡ്സ്കേപ്പ് ഫിനിഷ് ചെയ്തത്. അടുത്ത പണി ടാങ്കിൽ വെള്ളം നിറച്ച് ടാങ്കിലെ ഫൗണ്ടനുകൾ പ്രോപ്പറായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യലായിരുന്നു. ടെറസ്ട്രിയലും അക്വാട്ടിക്കുമായിട്ടുള്ള പ്ലാന്റുകളാൽ സമ്പുഷ്ടമായ ഈ പാലുഡേറിയം പ്ലാന്റ് ചെയ്തത് 6 അക്വാസ്കേപ്പേഴ്സ് 14 മണിക്കൂർ കണ്ടിന്യൂസ് ആയി നിന്നുകൊണ്ടാണ്. സജിറ്റേറിയ സുബുലാട്ട മുതൽ മൈക്രാന്തിമം ഉംബ്രോസും വരെയുള്ള വളരെ വൈവിധ്യമാർന്നതും വളരെ വേരിയൻ്റ് ആയിട്ടുള്ള ലൈറ്റ് വാട്ടർ പാരാമീറ്ററുകളിൽ സർവേ ചെയ്യുന്നതുമായിട്ടുള്ള ചെടികൾ ഇതിൻ്റെ പല കോർണറുകളിലെയും ലൈറ്റുകളുടെ അളവനുസരിച്ച് ഈ അക്വേറിയത്തിൽ പ്ലാന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അണ്ടർ വാട്ടറിൽ ഫോർഗ്രൗണ്ടായി പ്ലാന്റ് ചെയ്തിരിക്കുന്ന സജിറ്റേറിയ സുബുലോട്ട ഇപ്പോൾ തന്നെ തിങ്ങി നിറഞ്ഞ് വളർന്നു തുടങ്ങി. അക്വേറിയത്തിൻ്റെ ഹാർഡ്സ്കേപ്പ് അക്വേറിയത്തിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നില്ല. കുറച്ച് ഡ്രിഫ്റ്റ് വുഡുകൾ പാലുഡേറിയത്തിന് പുറത്തേക്ക് കൊണ്ടുവന്ന് അതിൽ മണി പ്ലാന്റ് എല്ലാം പടർത്തി ഹാർഡ്സ്കേപ്പ് പുറത്തേക്കും എത്തിച്ചു. ടെറസ്ട്രിയൽ പ്ലാന്റ്സിൻ്റെ ഹ്യൂമിഡിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ മിസ്റ്റ് മേക്കറുകളും വാട്ടർ സ്പ്രിങ്ക്ലറുകളും കണക്ട് ചെയ്തുകൊണ്ട് ഇതെല്ലാം ടൈമറുകളിലേക്ക് കണക്ട് ചെയ്ത് എല്ലാം ഓട്ടോമാറ്റിക് ആക്കി.
ത്തിനെ അൾട്രാസോണിക് വൈബ്രേഷനിൽ കൂടെ വൈബ്രേറ്റ് ചെയ്ത് ചെറിയ മോളിക്യൂൾസായി ഡിവൈഡ് ചെയ്ത് മിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന മിസ്റ്റ് മേക്കറുകൾ കാഴ്ചക്കാരിൽ കൗതുകം ഉളവാക്കുക മാത്രമല്ല, അതോടൊപ്പം തന്നെ ആ ഭാഗത്തുള്ള ടെറസ്ട്രിയൽ പ്ലാന്റ്സിൽ ഹ്യൂമിഡിറ്റി നിലനിർത്താൻ ഒരുപാട് സഹായിക്കുന്നു. ഈ മിസ്റ്റ് മേക്കറുകൾ ഒരിക്കലും ഫിഷിന് ദോഷകരമായവയല്ല. ഫൗണ്ടനുകൾ കളകള ശബ്ദമുണ്ടാക്കി ഒഴുകുന്നതോടൊപ്പം തന്നെ വെള്ളത്തിൽ ഓളങ്ങൾ ഉണ്ടാക്കുകയും വെള്ളത്തിൽ കൂടുതൽ ഓക്സിജൻ ഡിസോൾവ് ആവാൻ സഹായിക്കുകയും ചെയ്യുന്നു. വെള്ളത്തിനടിയിലെ ചെടികൾ പ്രകാശ സംശ്ലേഷണം നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഓക്സിജൻ മത്സ്യങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ, ടെറസ്ട്രിയൽ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഓക്സിജൻ ഈ പാലുഡേറിയത്തിന് ചുറ്റുപാടും കൂടുതൽ നല്ല ശുദ്ധവായു നിറയ്ക്കുന്നു. Thank you so much for watching my video. If you like this video like ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു വീഡിയോയോട് കൂടി വീണ്ടും വരാം. അതുവരെ ബൈ.